എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഇപ്പോൾ ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അത് ആദ്യത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം എന്തൊക്കെ ഉണ്ടാക്കി അതൊക്കെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി ഒരു ചെറിയൊരു സ്രാവ് വന്നു. ഇവിടെ ഞാനും അമ്മയും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കിത് ധാരാളം തന്നെ. ഞാനിപ്പോൾ അത് തോരൻ വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാനത് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ അത് ക്ലീൻ ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചു. പിന്നെ അതിലേക്കുള്ള ഒതുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. അതൊന്ന് ഞാനൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനൊരു ഫ്രൈ പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. അതിലേക്ക് കടുകൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ ഇങ്ങനെ ചെയ്യണതിൽ. ഒതുക്കിയതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി, പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി. പിന്നെ നമ്മൾ ഈ ഒതുക്കണയിൽ നാളികേരവും കറിവേപ്പില, പച്ചമുളക്, പിന്നെ പെരിഞ്ചീരകം കുറച്ചിട്ട്, ഉള്ളി അതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുത്തത്. ഉപ്പിട്ടിട്ടാണ് എന്നിട്ടൊന്ന് വഴറ്റിയത്. അത് നല്ലോണം വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് സ്രാവിൻ്റെ ഇതെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് കുറച്ച് നേരം മൂടി വെച്ച് അത് നല്ലോണം ഇളക്കി ഞാൻ അവിടെ മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മാന്തളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കറിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നാളികേരം അരക്കലും ഒക്കെ നടത്തിയിട്ടാണ്. അത് കറി അടപ്പത്തിട്ട് പിന്നെ കുറച്ച് മസാല പുരട്ടിക്കാമെന്ന് വെച്ചിട്ട് വറക്കാൻ വേണ്ടി അത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കറി നല്ലോണം തിളച്ച് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നല്ലോണം വറ്റി വന്നതിന് ശേഷമാണ് മാന്തളിട്ടത്, അല്ലെങ്കിൽ മാന്തൾ ഉടഞ്ഞു പോകാന. അപ്പോൾ അങ്ങനെ മാന്തളൊക്കെ അതിലേക്കിട്ട് ഉപ്പും പൊടിയൊക്കെ നോക്കി എന്നിട്ട് കുറച്ച് ഒന്ന് സിമ്മിലിട്ട് ഒന്നുകൂടി ഒന്ന് മീനൊന്ന് വേവണ വരെ ഒന്ന്. അത് കഴിഞ്ഞ് ഞാൻ കറി ഇറക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ താളിച്ചിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ തന്നെ വറക്കാനും വെച്ചു. എന്നിട്ട് ഇതേ കറിയൊക്കെ റെഡിയാക്കി. മീൻ കറിയും പിന്നെ നമ്മുടെ ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീനും വറുത്ത്, പിന്നെ സ്രാവ് തോരനും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തോരൻ വെച്ച് നോക്കണത്. കറി മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം റെഡിയായി. ഇത് എൻ്റെ അമ്മുക്കുട്ടിക്കുള്ള ചോറാണ്. അമ്മുക്കുട്ടീൻ്റെ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ, വേറെ ആരും എടുത്തില്ല. പിന്നെ അമ്മയുണ്ട്, ഞാനുണ്ട്. പിന്നെ കുഞ്ഞാറ്റാണെങ്കിൽ അവൾ അംഗനവാടി പോയി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ മൂത്ത മോള്. ഇത് കുഞ്ഞാറ്റ എൻ്റെ ഇളയ ആളാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കുടുംബം: അമ്മ, ചേട്ടൻ, ഞാൻ, 2 പിള്ളേർ എല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറയണതിലൊക്കെ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനത് തിരുത്താൻ നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.